അമിതയുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആണ് മീനാക്ഷി. ദാറ്റ് ഇസ് നമ്മുടെ ദിലീപ് ഏട്ടന്റെ മോള്. ആക്ച്വലി അവള് വന്നോ ഇപ്രാവശ്യത്തെ വിഷുവിന് രാവിലെ? മീനൂട്ടി ചെന്നൈയിലാണ്. യെസ്, അവള് പഠിക്കുന്ന ചെന്നൈയിലാ പഠിക്കുന്നത്. അപ്പം ഇടയ്ക്ക് ഇവിടെ നാട്ടിൽ വരുമ്പോ മീറ്റ് ചെയ്യലേ ഉള്ളൂ. ഞങ്ങൾക്കൊക്കെ ഇതേപോലെ ഒരു സദ്യ ഉണ്ണാനുള്ള സമയം എപ്പോഴാ തരുന്നത്? ഈ ഡയലോഗ് കേട്ടിട്ട് എനിക്ക് മടുത്തു. കാരണം എന്താന്ന് വെച്ചാല് എനിക്കൊരു ഫാമിലി പേഴ്സണെയാണ് കൂടുതൽ ഇഷ്ടം. ഞാൻ ബേസിക്കലി ഭയങ്കര ഒരു പാർട്ടി പേഴ്സൺ അല്ല. ഇത്ര ഞാനിരുന്ന് പറഞ്ഞപ്പോ അവരിങ്ങനെ കേട്ടു. എന്നാ പിന്നെ മോളെന്നെ കണ്ടുപിടിക്കുന്നായിരിക്കുന്നത്. മതി മതി. ഒരു സ്പെഷ്യൽ പായസം. ചേച്ചി ശരിക്കും നമിത സാക്ഷിയാണ്. ഞാൻ ടേസ്റ്റ് ചെയ്തത് ഫ്രണ്ടില് ഞാൻ പറയുക, ഉക്കരം പായസട്ടോ. അപ്പൊ ഹാപ്പി വിഷു. ഹാപ്പി വിഷു. സാധാരണ ഉണ്ടല്ലോ, ആരെന്റെ വീട്ടിൽ വന്നാലും ഞാൻ കഴിക്കാൻ ഇരിക്കാറില്ല. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും വിളമ്പി കൊടുക്കലേ ഉള്ളൂ. ഇന്ന് ഫസ്റ്റ് ടൈമാണ് ഞാൻ നമിതയുടെ പോയി വിഷു ആഘോഷിക്കാൻ. ഞാൻ എന്റെ വീട്ടിൽ ആര് വന്നാലും ഞാൻ കഴിക്കാതെ നിൽക്കൊന്നുമില്ല. ഞാൻ ഞാൻ എല്ലാരത്തും പറയും നമുക്ക് എല്ലാം വെച്ചിട്ട് ഒരുമിച്ചിരുന്ന് കഴിക്കാം, ഒരുമിച്ചിരുന്ന്. പക്ഷെ അമ്മയ്ക്ക് ഇപ്പോഴും എല്ലാരും കഴിപ്പിക്കുന്നതിനോടാണ്. എല്ലാത്തിലും ബേസിക്കലി അമ്മമാരെല്ലാം അങ്ങനെ. പക്ഷെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ ഗസ്റ്റ് വന്നാലൊക്കെ ഇല്ലേ, അവരെ ഊട്ടിയേച്ച് അമ്മയ്ക്ക് ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാതെ എടുക്കട്ടെ. ഞാൻ പറഞ്ഞ അമ്മ സമാധാനം. ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല. പ്ലീസ്, അമ്മയുടെ ആ ഒരു ക്യാരക്ടർ പറഞ്ഞില്ലേ, അത് ഏകദേശം എന്റെ ഇതും കൂടെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ടെൻഷൻ. ആരെങ്കിലും കാണാൻ വന്നാൽ തന്നെ ഞാൻ ഇരിക്കുന്നു പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ കഴിക്കാം. ലാസ്റ്റ് സമാധാനമായിട്ട് കഴിക്കുന്നതിൽ ഒരു സമാധാനം. മറ്റേ വെപ്രാളായി പോവും. അവരത് എടുത്തില്ലേ എന്നൊക്കെ വെപ്രാളഞ്ഞ. അപ്പൊ ഞാൻ എപ്പോഴും പറയും കുഴപ്പമില്ല, നമുക്ക് എല്ലാവർക്കും കൂടി ഇരിക്കാം, ബാമാന്ന്. ഞാൻ അങ്ങനെ നോക്കാറില്ല കേട്ടോ. അല്ല, ഗസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ. അല്ല നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് മാത്രം. ഗസ്റ്റ് ഞാൻ അങ്ങനെ ചെയ്യാറില്ല, ഒരുമിച്ചിരുന്ന് കഴിക്കലേ ഉള്ളൂ. അത് നിങ്ങക്ക് പറ്റും, പക്ഷെ അമ്മമാർക്ക് പറ്റിയേനെ. എനിക്കൊന്ന് മിക്ക അമ്മമാർക്കും ഇതുണ്ടാവും. ഇനി നമിതയുടെ അമ്മയ്ക്കെന്നല്ല എനിക്കെന്നല്ല മിക്കവർക്കും ഉണ്ടാവും. വീട്ടിലെ ഗസ്റ്റ് ആരെങ്കിലും ഒക്കെ വിഷുവിന് വരുമോ? വിഷുവിന് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടാവും. ഞങ്ങള് അമ്മമ്മയുടെ അവിടെ പോവും, അല്ലെങ്കിൽ അച്ഛൻ്റെ അവിടെ പോവും. അങ്ങനെ സമയത്ത് കസിൻസ് എല്ലാവരും ഉണ്ടാവുമല്ലോ. ഓക്കെ. ഏറ്റവും ഞങ്ങൾക്ക് അറിയേണ്ട വിശേഷം എന്താ അറിയോ, നമിതയുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ആണ് മീനാക്ഷി. ദാറ്റ് ഇസ് നമ്മുടെ ദിലീപ് ഏട്ടന്റെ മോള്. ആക്ച്വലി അവള് വന്നോ ഇപ്രാവശ്യത്തെ വിഷുവിന് രാവിലെ? മീനൂട്ടി ചെന്നൈയിലാണ്. യെസ്, അവള് പഠിക്കുന്ന ചെന്നൈയിലാ പഠിക്കുന്നത്. അപ്പം ഇടയ്ക്ക് ഇവിടെ നാട്ടിൽ വരുമ്പോ മീറ്റ് ചെയ്യലേ ഉള്ളൂ. ഓക്കെ. നമ്മുടെ പ്രേക്ഷകർക്ക് എന്താ വെച്ചാൽ നിങ്ങളുടെ എപ്പോഴും നിങ്ങളുടെ റീൽസിലൊക്കെ കാണുമ്പോ അതെനിക്ക് തോന്നുന്നുണ്ടല്ലോ, എനിക്ക് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട്. ആസ് ഷീസ് എ സെലിബ്രിറ്റി കിഡ് വരുന്ന ഒരു കാരണം അവളുടെ ന്യൂസ് എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് എല്ലാവർക്കും ഭയങ്കര. ഇത് തന്നെ ഞാൻ പറയുന്നത്, നമുക്ക് സെലിബ്രിറ്റീസ് എന്ത് ചെയ്യണു എന്നുള്ളത് അറിയാൻ നമ്മുടെ പ്രേക്ഷകർക്ക് ഭയങ്കര ഇഷ്ടം. നല്ല ഇഷ്ടമുണ്ട്. ഇതൊരു സ്പെഷ്യൽ പായസം ഉണ്ടാക്കിയിട്ടുണ്ടേ. എന്താണ് അത് കഴിക്കുമ്പോ പറയാം. നല്ല ടേസ്റ്റ്. നൊസ്റ്റാൾജിയ. സദ്യയുടെ അല്ലേ? സദ്യയുടെ. നമ്മുടെ കൊച്ചിയിലേക്ക് വന്നേ പിന്നെയാണ് സദ്യ ഏറ്റവും കൂടുതൽ മിസ്സായത്. അമ്മ ഉണ്ടാക്കും. അമ്മ ട്രിവാൻഡ്രത്ത് കാര്യല്ലേ. ഇപ്പൊ വിഷു ഓണൊക്കെ വരുന്ന സമയത്ത് അപ്പൊ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പം ക്രിസ്ത്യൻ ഫ്രണ്ട്സ് ഉണ്ട്, മുസ്ലിം ഫ്രണ്ട്സ് ഉണ്ട്. എല്ലാരും വിളിക്കും. എല്ലാരും വിളിച്ചു, എല്ലാരും ഡ്രസ്സപ്പ് ചെയ്യും. സെറ്റ് സാരി ഒക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് കൈനീട്ടമൊക്കെ കൊടുത്ത് എല്ലാരും അങ്ങോട്ടും കൂടെ കൈനീട്ടമൊക്കെ തരും. എല്ലാരും ഒരുമിച്ചിരുന്ന് തറയിലൊക്കെ വിരിച്ചിട്ട് എല്ലാരും ഒരുമിച്ചിരുന്നിട്ട് അതിനൊരു സന്തോഷമില്ലേ. അമ്മ ഇതുപോലെയാ ഒറ്റയ്ക്കാ ഫുൾ ഇത്രയും പേർക്ക് ഉണ്ടാക്കണം. അതൊരു ഇഷ്ടാട്ടോ. അച്ഛൻ ഹെൽപ്പ് ചെയ്യും. അമ്മയ്ക്ക് പാചകം ഭയങ്കര ഇഷ്ടമാണെന്ന് വർത്താനത്തില്. അമ്മ ഭയങ്കര ഇഷ്ടമാണ്. അമ്മ പക്ഷെ നോൺ വെജ് ഐറ്റം കുറവാണ്. നോൺ വെജ് ഉണ്ടാക്കും, പക്ഷെ നോൺ വെജിനെ കാട്ടി വെജ് ഐറ്റംസ് അമ്മയ്ക്ക് കൂടുതൽ. പുള്ളിക്കാരത്തേക്ക് എന്താണെന്ന് അറിയോ, നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് കയറിയിട്ട് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇറിറ്റേഷനാണ്. അതെല്ലാം അമ്മമാർക്കുള്ളതാ. എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ വന്ന എന്റെ ചെറിയ മോനാണ്. അപ്പൊ ആക്ച്വലി ഫോർ എക്സാമ്പിൾ ഞാൻ പറയട്ടെ, ഞാൻ എന്നതേലും ഒന്ന് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്ന സമയം അമ്മ ഞാൻ അത് എടുത്തു തരാം എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ മേളിൽ കൂടെ പോവുള്ളൂ. അപ്പൊ ഇത് മുഴുവൻ എന്റെ അതിനകത്ത് ഞാൻ ഇങ്ങനെ തൊഴിച്ചിട്ട് ഒന്ന് പോയി തരുമോ പ്ലീസ്, ഞാൻ തന്നെ ചെയ്തോളാം. അവസാനം വന്ന് ഹെൽപ്പ് ചെയ്താലും വേണ്ടിയല്ല, മോനെ ഇടയ്ക്ക് കയറരുത്. ആ ഒരു ഇത് പ്രശ്നം വെച്ചിട്ട് തന്നെയാണ് എല്ലാ അമ്മമാരും പറയുന്നത്. അച്ഛൻ ഹെൽപ്പ് ചെയ്യും. കുക്ക് ചെയ്യണ സമയത്ത് അല്ലാത്ത സമയത്തൊക്കെ ഒരാളൊരു സാധനം ചെയ്യുന്ന സമയത്ത് ഇപ്പം തേങ്ങ ഇടുന്നെങ്കിലും എനിക്കും എന്റെ ഏട്ടൻ സഹായിച്ചു കേട്ടോ. ഭയങ്കരമായിട്ട് എന്താന്ന് വെച്ചാൽ ഞാൻ എന്നതേലും അടുക്കളയില് എന്നേലും ഒരു പണിയെടുക്കാന്ന് വെച്ചു. ഇപ്പൊ കൊച്ചി വന്നേ പിന്നെ ഞാൻ എന്നതേലും ഇപ്പൊ തേങ്ങ തിരുമാന്ന് പറഞ്ഞു ഫോർ എക്സാമ്പിൾ. എന്റെ ഏട്ടൻ എനിക്ക് തേങ്ങ തിരുമ്മി തന്നിട്ടുണ്ട്, പാത്രം കഴുകി തന്നിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് ഒരു വിഷമം തോന്നിയിട്ടില്ല. ഏട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്യല്ലേ.
ഭയങ്കര ഇഷ്ടം. ഞാനാണെ പറഞ്ഞേനെ കണ്ടാ കഴിക്കാം. ഇത് അങ്ങനെയല്ല, ഏട്ടൻ അറിഞ്ഞോ ചെയ്യണ്ട ഞാൻ ചെയ്തു തരാം എന്ന് ഏട്ടൻ എനിക്ക് ചെയ്തു തരും. ഇത് ചെയ്തു തരുന്നത് നോ എന്ന് ഞാൻ പറയാറുമില്ല, നമുക്ക് അത്ര ഹെൽപ്ഫുൾ അല്ലേ. അപ്പൊ അതുകൊണ്ട് ഏട്ടൻ എല്ലാം ചെയ്തു തരും. സോ ഹാപ്പി. പിന്നെ ഈ കൊച്ചിയിൽ വന്നിട്ട് എത്ര നാളായി? 10 years മേലായി ഇപ്പൊ. സ്കൂളിംഗ് കംപ്ലീറ്റ് അവിടെ കോളേജ് ഞാൻ ഇവിടെ STCയിൽ ജോയിൻ ചെയ്തു. ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്തിട്ട് കോയമ്പത്തൂർ ചെയ്തു. ഓ അത് ശരിയാണ്. ഇവിടെ ഡ്രോപ്പ് ഔട്ട് ചെയ്ത് വേണ്ടെന്ന് ഡ്രോപ്പ് ഔട്ട് അറ്റൻഡൻസിന്റെ പ്രശ്നം വന്നപ്പോ അപ്പൊ എനിക്ക് ഇതും ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റാതെയായി. നമ്മുടെ ഒത്തിരി ചെറുത് സ്കൂളിൽ പഠിക്കുമ്പോഴേ ഫിലിമിൽ വന്നില്ലേ? I was just 13. എന്റെ സെയിം ഞാൻ വന്ന അതേപോലെ തന്നെ. യെസ്. ഫസ്റ്റ് ഏതാ ഫിലിമിലേക്കാ വന്ന്? അതിനെക്കാട്ടി കുഞ്ഞിലെ ഞാൻ സീരിയൽ ചെയ്തു. ഈ മാതാവ് ദേവി അത് കഴിഞ്ഞിട്ട് സിനിമയില് ട്രാഫിക്. ഏറ്റവും കൂടുതൽ നമുക്ക് തന്നെ എനിക്ക് തോന്നുന്നു ദേവിയായിട്ടും മാതാവായിട്ടും ഒക്കെ ഭയങ്കര ആൾക്കാർ ഒത്തിരി ഇപ്പൊ പ്രായമുള്ള ആന്റിമാരൊക്കെ കാണുകയാണെങ്കിൽ അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഞാൻ അത് കഴിഞ്ഞിട്ട് ചെയ്തിട്ടുള്ള സിനിമകളും ആരും കണ്ടിട്ടില്ല. അതല്ല ശരിക്കും ഞാൻ പറയട്ടെ, എനിക്ക് നമിതേനോട് ഇഷ്ടമുണ്ട്. മീൻസ് ഇപ്പൊ നമിതേ നമ്മുടെ കൊച്ചല്ലേ എന്ന് നമുക്ക് തോന്നും. അതേപോലെ മിക്ക അമ്മമാർക്കും മിക്ക മലയാളികൾക്കും നമിതയുടെ ആ ഒരു സ്നേഹമുണ്ട്. ശരിക്കും ആ ഒരു സ്നേഹം നമുക്ക് ഒത്തിരി തിരിച്ചറിയാൻ പറ്റുന്നില്ലേ? പിന്നെ നമ്മള് റാൻഡം ആയിട്ട് കാണുമ്പോ ഒക്കെ വിശേഷം ചോദിക്കുക എന്തുണ്ട്. ഞാൻ കഴിഞ്ഞ എയർപോർട്ടിൽ പോയ സമയത്ത് ബാഗേജ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരു ചേച്ചിയും ചേച്ചിയുടെ അമ്മയും കുഞ്ഞുമായിട്ട്, തീരെ കുഞ്ഞു കുട്ടിയാ. അപ്പൊ ഞാൻ കാണുന്നില്ല. അപ്പൊ എന്റെ സൈഡിൽ വന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുക. അപ്പൊ അവിടെ നിന്ന് ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. അപ്പൊ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോ ഇവര് ഫോട്ടോ എടുക്കുന്നുണ്ട്. പക്ഷെ എന്നെ സംസാരിക്കാനാണ്. അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ എന്തുറ്റി അല്ല ഫോട്ടോ എടുക്കാനായിരുന്നു. ഞാൻ പറഞ്ഞു അടുത്തു എന്തിനാ ഇങ്ങനെ. അപ്പൊ അപ്രോച്ചബിൾ ആണോ എന്നുള്ള ഒരു ശരിക്കും അതിന്റെ ഒരു ആവശ്യമില്ലല്ലോ. Because of that love we sustain. Correct. നമ്മള് അവരുടെ ഒരു സപ്പോർട്ട് പറ്റിയേയില്ല. നെവർ, ഒരിക്കലും പറ്റാത്ത ഒരു സത്യമാണ് അല്ലേ? കറക്റ്റ്. ശരിക്കും നമുക്ക് ഇഷ്ടമായിരുന്നു ഫിലിമിലേക്ക് വരാനും? അത് ബൈ ആക്സിഡന്റലി വന്നതാണ്? ആക്സിഡന്റലി എന്ന് പറഞ്ഞാൽ ഐ ലവ്ഡ് ഇറ്റ്. പക്ഷെ ഞാൻ ചെയ്യുന്ന ഇപ്പം പലരും ആദ്യം വരുമ്പോൾ തന്നെ ഭയങ്കര കീനായിട്ട് എനിക്ക് ഇതാണ് വേണ്ടത്, ഇതിലാണ് എക്സ്പ്ലോർ ചെയ്യേണ്ടത് എന്നുള്ള കോൺസെപ്റ്റിലൊക്കെ ആയിരിക്കും വരുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ ഒന്നുമല്ല വന്നത്. ഇതിൽ വന്നു ചെയ്ത് എനിക്ക് തോന്നുന്നു ഞാൻ കുഞ്ഞിലെ സീരിയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ സീരിയലിലേക്ക് എങ്ങനെ വന്നത്? ത്രൂ സ്കൂളിൽ അച്ഛൻ്റെ ഏതൊക്കെയോ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാ വന്നത്. ചെയ്യുമെന്ന് ചോദിച്ചിട്ട് തീരെ കുഞ്ഞായിരുന്നു. 5th 4th ഒക്കെ ആയിരുന്നു. അപ്പൊ അങ്ങനെ അത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഏതോ മാഗസിന്റെ കവർ പിക്ക് എന്തോ ചെയ്തിട്ടുണ്ടായി. അപ്പൊ അത് കണ്ടിട്ടാണ് രാജേഷ് പിള്ള വിളിച്ചിട്ട് എന്റെ അടുത്ത് രാജേഷ് അങ്കിള് ഇപ്പൊ ഇല്ല, പക്ഷെ പുള്ളിക്ക് എന്റെ അടുത്തൊന്ന് കഥ പറയേണ്ട, ഒരു ന്യൂ കമ്മറിന്റെ അടുത്ത് കഥ പറയേണ്ട ഒരാവശ്യമില്ല. അദ്ദേഹം വീട്ടിൽ വന്ന് ഫുൾ സ്റ്റോറി നറേറ്റ് ചെയ്തു. അപ്പൊ ഞാൻ സ്കൂളിൽ പോകാൻ നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ദോശയൊക്കെ കഴിക്കണുണ്ട് രാവിലെ, അമ്മ മുടി പിന്നി തരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ കഥയും കേൾക്കുന്നു. പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല. കാരണം ട്രാഫിക് അങ്ങനെയാണ്. നമുക്ക് അതൊരിക്കലും സ്ക്രിപ്റ്റിന്റെ ബേസിസിൽ നമുക്ക് കഥ കേട്ടാൽ മനസ്സിലാവില്ല. അങ്ങനെ അത് പറഞ്ഞു. ഓക്കെ. അതിനുശേഷം എനിക്കൊന്ന് ഒത്തിരി നല്ല കഥാപാത്രം നമുക്ക് ചെയ്തു അല്ലെ? നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നത്, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ഏതായിരുന്നു? നമിതയോട് റിലേറ്റ് ചെയ്യാൻ പറ്റും? ഞാനുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ അങ്ങനെയൊന്നുമില്ല. കാരണം 6 മാസം കൂടുമ്പോ എന്റെ സ്വഭാവം ദൈവമേ ഇന്ന് വിഷു, ഇനി 6 മാസം കഴിഞ്ഞ് വിളിക്കുമ്പോ ഈ നമിത അല്ലേ എന്തോ? അല്ല, നമ്മളിപ്പോ ചെറുപ്പത്തിലുള്ള ഇതല്ല ഇപ്പൊ നമുക്ക് കിട്ടുന്ന എക്സ്പോഷർ. ഭയങ്കര മെച്ചോർഡ് ആവുന്നതാണോ? അതോ മെച്ചോർഡല്ല, കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. പണ്ടൊക്കെ ഞാൻ ബ്ലൈൻഡ്ലി എല്ലാവരും ട്രസ്റ്റ് ചെയ്യുമായിരുന്നു. ത്രൂ എക്സ്പീരിയൻസ് പണ്ട് ഞാൻ കുറച്ചുകൂടെ റിസർവ്ഡ് ആയിരുന്നു. ഇത്രയും പോലും മിണ്ടില്ലായിരുന്നു, ഒട്ടും മിണ്ടില്ലായിരുന്നു. അപ്പൊ വീട്ടിൽ നിന്നൊക്കെ പറയും ആളുകളുടെ അടുത്ത് സംസാരിച്ചാലല്ലേ നമുക്ക് ആ വേൾഡ് എന്നാന്ന് മനസ്സിലാവുള്ളൂ. കൂടുതൽ സംസാരിക്കുമ്പോൾ കാരണം ഭയങ്കര റിസർവ്ഡ് ആയിരുന്നു. അതൊക്കെ മാറി കൂടുതൽ ആളുകളുമായിട്ട് എക്സ്പോസ്ഡ് ആയി തുടങ്ങിയപ്പോഴാണ് അതൊക്കെ മാറിയത്. ഓക്കെ. അങ്ങനെ സ്വഭാവം മാറിക്കൊടും. ഇപ്പൊ ഇതിനെക്കാട്ടി നല്ല സ്വഭാവങ്ങൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ആ പ്രോസസ്സിൽ നമ്മൾ ആളുകൾ മീറ്റ് ചെയ്യുന്ന അനുസരിച്ചാണ് നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറുന്നത്. ഓക്കെ. ഇപ്പൊ ഒരു കാര്യം ഞാൻ ചോദിക്കും. ഇപ്പൊ വിഷു, ഇന്നത്തെ ദിവസം വിഷു അല്ലേ? ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ഒത്തിരി കമ്പയർ ചെയ്യാൻ ഒത്തിരി കാണും. കാര്യം ചെറുപ്പത്തിലുള്ള വിഷു ഇസ് എൻറ്റയർലി ഡിഫറെന്റ്. നമുക്കിപ്പോ ഫിലിം ആസ് എ സെലിബ്രിറ്റി നമ്മൾ വിഷു ആഘോഷിക്കുമ്പോൾ ദാറ്റ്സ് ഡിഫറെന്റ്. ഏറ്റവും ഇഷ്ടം ഏതാണ്? കുഞ്ഞിലത്തെയാണ് ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത്? സത്യം പറഞ്ഞ ചേച്ചി, കുഞ്ഞിലത്തത് ഇപ്പം അച്ഛന്റെ വീട് കുമരകമാണ്, കോട്ടയം കുമരകം. അപ്പം
പ്രോപ്പർ പക്ക വില്ലേജ് ആണ്. ഞങ്ങളുടെ വീടിന്റെ ഫ്രണ്ടിൽ തോടുണ്ട്, സൈഡിൽ പാടമുണ്ട്. അപ്പൊ രാവിലെ ഇപ്പൊ ഞാൻ ട്രിവാൻഡ്രത്ത് ജനിച്ചു വളർന്നതാണ്. അപ്പൊ അത് കറക്റ്റ് സിറ്റി കംപ്ലീറ്റ്ലി അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പൊ ഞാൻ രാവിലെ ഇവിടെ എഴുന്നേൽക്കുമ്പോ എനിക്കത് ഭയങ്കര സന്തോഷമാണ് കാണുമ്പോ. രാവിലെ കുക്ക് വന്നിരിക്കുക, പാടം കാണുക എന്നൊക്കെ പറയുന്നത് വീടിന്റെ ഫ്രണ്ടിൽ തന്നെ. പക്ഷെ അപ്പോ ഈ വിഷുവിന്റെ സമയത്ത് ഈ ബേസിക് ഒരു എക്സാമ്പിൾ, ഓണം സമയത്ത് അവിടെ എല്ലാവരും അപ്പുറത്തപ്പുറത്തുള്ള പൂക്കൾ പറിച്ചിട്ടാണ് ഇടുന്നത്. ആ സമയത്ത് എനിക്കിത് ടെക്സ്റ്റ് ബുക്കിൽ വായിച്ചിട്ടുള്ള കവിത, പോയിംസ്, മലയാളം കവിതകൾ വായിക്കുമ്പോൾ പരിചയമുള്ളൂ ഈ പൂക്കള ഇടുക എന്നൊക്കെ. മറ്റേത് നമ്മുടെ അവിടെയൊക്കെ സ്കൂളിൽ കോമ്പറ്റീഷൻ, പിള്ളേരെല്ലാരും കാശിട്ട് മേടിക്കുന്നു. പക്ഷെ ഇവിടെ വരുമ്പോ നമ്മളത് പ്ലക്ക് ചെയ്ത് പൂക്കള ഇടുന്നു. അതൊക്കെ അവിടെ ഭയങ്കര റോയാണ്. അതെ, പക്ഷെ അതല്ലേ കുറച്ചുകൂടെ നമുക്ക് ആസ്വദിക്കാൻ നല്ല രീതിക്ക്. ഞാൻ ഈ തുമ്പപ്പൂവൊക്കെ അപ്പോഴാ ഈ പണ്ട് ഈ ടെക്സ്റ്റ് ബുക്കിൽ വായിക്കുന്നതല്ലാതെ നാട്ടില് ചെന്നപ്പോഴും അതൊക്കെ ആദ്യമായിട്ട് തുമ്പപ്പൂ ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് കാണുന്നത്. പക്ഷെ ഇപ്പം വില്ലേജ് കുറച്ചുകൂടി മാറി 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 അവിടെയും ഡെവലപ്മെന്റ്സ് വന്നു തുടങ്ങി. ഡെവലപ്ഡ് ആയിരുന്നു, പക്ഷെ മോർ കുറച്ചുകൂടി ഡെവലപ്ഡ് ആയി. അപ്പം അത് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്യുവർ ഒരു റോ ഒരു ഫീല് അതാ ഏറ്റവും കൂടുതൽ നമ്മുടെ മെമ്മറിയിൽ എപ്പോഴും ഉണ്ടാവുക അല്ലെ. നമ്മൾ വായിച്ച അത് നമ്മൾ റിയൽ ആയിട്ട് കാണുമ്പോൾ അത് നമ്മൾ എക്സ്പോസ്ഡ് ആവുമ്പോ അതാ സത്യം. ഇത് പക്ഷെ പിന്നെ സെലിബ്രിറ്റി ആയ പിന്നെ എനിക്ക് ആക്ച്വലി വിഷുവിനൊന്നും വലിയ മാറ്റമൊന്നും വന്നില്ല. ഏതോ ഒരു വിഷു ഞാൻ ഏതോ ഫിലിമിന്റെ മേടിക്കേണ്ടത് നമ്മൾ മേടിക്കും, സെലിബ്രിറ്റി ആണെങ്കിലും. അതെ, കമ്മാര സംഭവം എന്ന് പറഞ്ഞിട്ട് സിനിമ ഷൂട്ട് നടക്കുമായിരുന്നു. അപ്പൊ അത് തേനി ഒരു ഷെയ്ഡോ ഒന്നുമില്ല, ഒരു കരിമ്പന്തോട്ടത്തിൽ തന്നെയായിരുന്നു. എത്രയോ നാൾ അവിടെ തന്നെയായിരുന്നു, ഫുൾ സെറ്റും. അത് ഹിസ്റ്റോറിക്കൽ മൂവിയാണല്ലോ. അതിന്റെ ലാസ്റ്റ് ഷൂട്ട് കഴിഞ്ഞത് രാവിലെ 6 മണിക്ക്. ആ വിഷു പോയി. അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ എനിക്ക് എപ്പോഴും ലൊക്കേഷനില് വിഷുവിനെ കട്ടിനൊക്കെ ഇഷ്ടം ഈ ഫെസ്റ്റിവൽസ് വരുമ്പോ വീട്ടില് ആഘോഷിക്കാനാണ്, എല്ലാവരുടെ കൂടെ ഇരുന്നിട്ട്. അതെ, അത് ഭയങ്കര രസമാണ്. എനിക്ക് ഈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ വരണം ഭയങ്കര ഇഷ്ടം. I love it when people are around. സത്യം, ആ ബഹളം വേണം. ഒറ്റപ്പെടുന്നതിനെക്കാട്ടിലും നല്ലതല്ലേ. അതെ. പിന്നെ പണ്ട് വിഷു കഴിഞ്ഞിട്ട് സദ്യയൊക്കെ കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം ഏതാ സിനിമ, അത് കഴിഞ്ഞിട്ട് ഏത് സിനിമ കാണാൻ പറ്റും അല്ലെ. അതൊക്കെ ഒരു രസമാണ്. ഫ്രണ്ട്സ് മുന്നേ തന്നെ വിഷു ആഡ് വന്നു തുടങ്ങുമല്ലോ, ഇന്ന സിനിമകൾ തിയേറ്ററിൽ പോയിട്ട് കാണാത്ത. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ തിയേറ്ററിൽ പോയിട്ട് അങ്ങനെ എല്ലാ പടങ്ങളും കാണുന്നില്ലല്ലോ. ഇപ്പത്തെ പോലെ എന്തായാലും ഇല്ല. അപ്പായിക്കും അമ്മായിക്കും സൗകര്യം കിട്ടുന്ന സമയത്ത് നമ്മുടെ എക്സാം ഒന്നും ഇല്ലാത്ത സമയത്തൊക്കെ കൊണ്ടുപോകും. എല്ലാം വെരി കാൽക്കുലേറ്റഡ് ആയിരിക്കും, അങ്ങനെ പറ്റത്തുള്ളൂ. അപ്പൊ പിന്നെ ഇപ്പൊ നമ്മൾ അപ്പൊ ടിവിയിൽ ഏതുണ്ട് അപ്പൊ എല്ലാരും കൂടെ ഇരുന്ന് കാണുമ്പോ ഒരു സന്തോഷം. ഇത് ഇപ്പം അഫ്കോഴ്സ് യു ആർ എ സെലിബ്രിറ്റി ഉണ്ടാവും, പക്ഷെ അതിന്റെ കൂടെ യു ആർ എൻ ഓൺട്രപ്രണർ ആണോ അല്ലെ. ആ ഒരു അങ്ങോട്ട് സ്റ്റെപ്പ് ചെയ്തെങ്ങനെ? രണ്ടും യു നോ ഹൗ ഡിഫിക്കൽട്ട് ഇറ്റ് ഈസ് ടു റൺ സംതിങ്. അപ്പം സിനിമയിൽ നിന്നും ഭയങ്കര വ്യത്യാസമാണ്. ഇപ്പം നമ്മുടെ ലൈഫില് എനിക്ക് ബിസിനസ് ചെയ്യണമെന്ന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. when I was a kid, when I was young, അറ്റ്ലീസ്റ്റ് ഒരു 18-20 ഒക്കെ ആയിരുന്നപ്പോൾ ഐ തോട്ട് സിനിമ അല്ലെങ്കിൽ എനിക്ക് പ്രൊഫസർ ആവണം, ടീച്ചിങ് ഭയങ്കര ഇഷ്ടമാണ്. ടീച്ചിങ്ങിലേക്ക് പോകാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇരുന്നിരുന്നത്. പക്ഷെ ഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഒരു സമയമാകുമ്പോൾ നമ്മുടെ ലൈഫിൽ എല്ലാ മാറ്റങ്ങൾ വരും, ചിലത് വന്നെത്തും എന്നൊക്കെ പറയില്ല. അങ്ങനെയാണ് ഇപ്പൊ സമ്മർ ടൗൺ റെസ്റ്റോ കാഫേ ഉണ്ട് പനമ്പള്ളി നഗറില്. അത് ആ ഒരു കഫേയുടെ ഒരു ഇഷ്ടം വന്നെങ്ങനെ? ബിക്കോസ് ഫുഡ് എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഐ സ്റ്റാർട്ടഡ് ലവിങ് ബിസിനസ്. അച്ഛൻ ബിസിനസ് ആയിരുന്നു, ഹൗസ് ബോട്ട് ഹോളിഡേയ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഫാമിലിയിലെ എല്ലാവരും ഷെഫ്മാരാണ്. അപ്പൊ ഇതിന്റെ പാർട്ട്ണർ സന്തോഷ് അങ്കിൾ ഷെഫാണ്. ഇവർ കസിൻസ് ആണ്, അച്ഛന്റെ കസിൻസ് മിക്കവരും ഈ ഫീൽഡ് തന്നെയാണ്. അപ്പൊ ഹി റൺസ് എ റെസ്റ്റോറന്റ്, ഒരു ചെയിൻ ഓഫ് റെസ്റ്റോറൻറ്റ്സ് ഇൻ ന്യൂയോർക്ക്. അപ്പൊ പുള്ളി കോണ്ടി ഷെഫ് തന്നെയാണ്. അപ്പം ഇവർ രണ്ടുപേരും കൂടെ ഡിസ്കസ് ചെയ്ത് ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്നിട്ടാണ് ഇങ്ങനൊരു ഇത്. അപ്പം നല്ലൊരു തലവേദന ഉണ്ട്, ഒരു പ്രഷർ ഉണ്ട്, കണ്ണും പിടിച്ച് വെളിയിൽ വന്നേ അപ്പൊ മനസ്സിലാക്കിക്കോടെ എന്തോരം ടെൻസ്ഡ് ആണ് എന്നുള്ളത്. ഇപ്പം ഇത് നോക്കുന്ന കംപ്ലീറ്റ് അച്ഛനാണ് മാനേജ്മെന്റ്. അപ്പം ഐ എം ജസ്റ്റ് ലേണിംഗ്, ഐ എം എ പാർട്ട് ഓഫ് ഇറ്റ്. പക്ഷെ ഞാൻ ഇതും എല്ലാം ബാലൻസ് ചെയ്ത് പോകാൻ ഒരാള് ഫുൾ ടൈം അവിടെ ഇതിന്റെ പുറകെ വേണം. ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയാ കണ്ണ് കംപ്ലീറ്റ് അത് നമ്മൾ വിചാരിക്കണ പോലെ ഒന്നും അല്ല. ഭയങ്കര ഈസിയാന്ന് ഇപ്പം ഒരിത് തുടങ്ങുക, അത് കണ്ടിന്യൂ ചെയ്ത് പോവാ. കണ്ടിന്യൂ ചെയ്തില്ലെങ്കിലും അതൊരു വലിയ സംഭവമൊന്നും അല്ല. അത് ബിസിനസിന്റെ പാർട്ടാണല്ലോ. നമ്മള് പല ആളുകളുമായിട്ട് അത് ഡീൽ ചെയ്ത് അത് ബാലൻസ് ചെയ്ത് പോകുന്നത്
ഓക്കെ, ഇഷ്ടമാണ് അപ്പൊ ബിസിനസ്? ഐ ലവ് ഇറ്റ്. ഐ സ്റ്റാർട്ടഡ് ലവിങ് ഇറ്റ്. ഞങ്ങളുടെ എല്ലാ ബ്ലെസ്സിങ്സും പ്രാർത്ഥനയൊക്കെ എപ്പോഴും കൂടെ ഉണ്ടാവും കേട്ടോ. ഒരു വലിയൊരു ഓൺട്രപ്രനർ ആയി മാറട്ടെ. അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾക്കൊക്കെ ഇതേപോലെ ഒരു സദ്യ ഉണ്ണാനുള്ള സമയം എപ്പോഴാ തരുന്നത്? സദ്യ വിഷുവിനാണോ ഓണത്തിനാണോ? രണ്ടിനും അല്ല. ഞങ്ങള് വിഷുവിനോ ഓണത്തിനോ ഒക്കെ ഞങ്ങള് ഇനി ചിലപ്പോ അടുത്ത വിഷുവിനോ അല്ലെങ്കിൽ അടുത്ത ഓണത്തിനോ സ്പെഷ്യലായിട്ട് നമ്മളുടെ കൂടെ ഒരാളെയും കൂടെ ഞങ്ങൾ പ്രതീക്ഷ എന്ത് ചെയ്യും? അയ്യോ എന്റെ ദൈവമേ, ഈ ഡയലോഗ് കേട്ടിട്ടിരിക്കും മടുത്തു. കാരണം എന്താന്ന് വെച്ചാല് ഇതിപ്പോ ഞാൻ മാത്രം ചോദിച്ചല്ലോ, എന്റെ ഹോൾ പ്രേക്ഷകർ ചോദിക്കുന്നതാണ് ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. അച്ഛന്റെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അച്ഛന്റെ ഫ്രണ്ട് അങ്കിള് ദുബായിലാണ്, മക്കളൊക്കെ കല്യാണം കഴിച്ചു. പുള്ളി ഒരു വലിയ കമ്പനിയുടെ ഹെഡ് അങ്ങനെ നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ പുള്ളി മലയാളം കുറച്ചേ അറിയുള്ളൂ, ആന്റിക്ക് മലയാളം കുറച്ചേ അറിയുള്ളൂ. അപ്പം ഒരു പ്രാവശ്യം എല്ലാ പ്രാവശ്യവും ഈ വിഷുവിനും ഓണത്തിനൊക്കെ വിളിച്ചിട്ട് വിഷ് ചെയ്തിട്ട് ഇതാ ചോദിക്കുന്നത്, അപ്പൊ നെക്സ്റ്റ് ഓണം യു വിൽ ഹാവ് someone with you. അല്ല, അപ്പൊ ഒരു കാര്യം ചെയ്യും, അത് ആന്റി അല്ലേ ചോദിച്ചു, ആന്റിക്ക് മറുപടിയും കൊടുത്തല്ലോ. ഓക്കെ, ഇതിപ്പോ ഇന്ന് ഞങ്ങളുടെ പ്രേക്ഷകർ ചോദിക്കുക, അപ്പൊ നെക്സ്റ്റ് ഞങ്ങളുടെ ആനീസ് കിച്ചന്റെ അടുക്കളയിലേക്ക് വിളിക്കുമ്പോ അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലേക്ക് വിളിക്കുമ്പോ ഒരു വിരുന്ന് തരണ്ടേ, അതെന്നാ പറ്റുക? അങ്ങനല്ല, എന്റെ വീട്ടുകാരെ കൊണ്ടോ നാട്ടുകാരെ കൊണ്ടോ എനിക്ക് വയ്യല്ലോ ദൈവമേ. അതല്ല, വീട്ടിലവര് അച്ഛനും അമ്മ എന്നോട് ചോദിച്ചു കല്യാണം കഴിക്കണമെന്നുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു കഴിക്കണമെന്ന് പറഞ്ഞാൽ എപ്പോഴാ വേണ്ടത്. കാരണം ഇപ്പൊ അമ്മൂമ്മമാർക്കൊക്കെ ഏറ്റവും ആഗ്രഹം, അമ്മയുടെ സ്ഥിരം ഡയലോഗാണ്, ഇനി എത്ര കാലം ഉണ്ടാവും. എനിക്ക് നിന്റെ കല്യാണം എനിക്ക് ബോധം വെച്ച കാലം തൊട്ട് ഞാൻ കേൾക്കാൻ തുടങ്ങിയതാ. ഇപ്പൊ അതുകൊണ്ട് അമ്മൂമ്മ എന്നെയൊക്കെ വിട്ടിട്ട് യങ്ങർ പിള്ളേരെ പിടിച്ചു തുടങ്ങി. ഞാൻ ഗോൺ കേസ്. എനിക്ക് തോന്നുന്നു when I find the right partner മതി. എനിക്ക് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. പക്ഷെ when I really feel like leading a family, ഇപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്ന് എനിക്കിനി ഒന്ന് ഫാമിലി ആയിട്ട് ഐ വോണ്ട് എ പാർട്ട്ണർ. എനിക്ക് പാർട്ട്ണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പുള്ളി ഒന്നും ചെയ്യാതെ എനിക്ക് എല്ലാ കാര്യവും നോക്കിയിട്ട് അങ്ങനത്തെ ഒരു പാർട്ട്ണർഷിപ്പ് അല്ല എനിക്ക് ആഗ്രഹം. ഇഫ് ഐ വോണ്ട് എ ഫാമിലി, എനിക്ക് ഒരു നല്ലൊരു പ്രോപ്പർ ഫാമിലി ആയിട്ട് എനിക്ക് അങ്ങനെ കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹം. അപ്പൊ എങ്ങനത്തെ ചെറുക്കനെ വേണ്ടേ? ഞങ്ങളൊക്കെ ഒന്ന് ആലോചിക്കാം. നാട്ടുകാർ മുഴുവൻ കാണുമല്ലേ, അപ്പൊ പിന്നെ നാട്ടുകാർ ആലോചിച്ചോളൂ. എന്നെ അച്ഛൻ പറഞ്ഞു സങ്കല്പത്തിലെ ഒരു പയ്യൻ, സങ്കല്പത്തിലെ പെൺകുട്ടീന്ന് ആൺകുട്ടികളോട് ചോദിക്കുന്ന പോലെ. എനിക്ക് പയ്യൻ നമ്മൾ കല്യാണം കഴിക്കുക, പെട്ടെന്ന് ഒരാളെ കൊണ്ട് കാണിച്ചിട്ട് ഇതാണ്, എനിക്ക് അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ നമ്മളുടെ ഇഷ്ടങ്ങളും അവരുടെ ഇഷ്ടമായിട്ട് ഒത്തുപോവുക. ഐ ഡോണ്ട് തിങ്ക് ലുക്സ് മാറ്റർ, അങ്ങനത്തെ സംഭവം ഒന്നുമല്ല. എനിക്കൊരു ഫാമിലി പേഴ്സണെയാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് എപ്പോഴും അങ്ങനെയാ. വെരി ഗുഡ്, നല്ലത്. ഞാൻ ബേസിക്കലി ഭയങ്കര ഒരു പാർട്ടി പേഴ്സൺ അല്ല, ഞാൻ ഒട്ടും പാർട്ടി പേഴ്സൺ അല്ല. അതുകൊണ്ട് പക്ഷെ ഞാൻ ഈ പലരുടെയും കോൺസെപ്റ്റ് ഞാൻ മറ്റേ ഫാമിലി മാത്രം അങ്ങനത്തെ ആളുമല്ല. ഐ ഡു എവറിത്തിങ്. പക്ഷെ എന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോം, ഐ വോണ്ട് ദാറ്റ് പേഴ്സൺ ടു ബി മൈ ഹോം. എന്റെ ഹാപ്പിനെസ് അല്ല, അയാളില്ലാതെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് അല്ല. എനിക്ക് എന്റെ ഒരു ഇൻഡിവിജ്വൽ ഒരു ടേക്കും പുള്ളിയുടെ ഒരു ഇൻഡിവിജ്വൽ ടേക്കും സ്പേസും ഒക്കെ വേണം. പക്ഷെ അങ്ങനത്തെ മനസ്സിലായല്ലോ. ഇപ്പൊ ഇത്രയും ഞാനിരുന്ന് ഡിസ്ക്രൈബ് ചെയ്യുമ്പോ അപ്പനും അമ്മയുടെയിലോട്ട് വരാൻ പോകുന്നത് എന്റെ വീട്ടുകാര് പറഞ്ഞു. ഇത്ര ഞാനിരുന്ന് പറഞ്ഞപ്പോ അവരിങ്ങനെ കേട്ടു, എന്നാ പിന്നെ മോളെ കണ്ടുപിടിക്കുന്നതായിരിക്കും. ഞാൻ റിസ്ക് എടുക്കൂല. ആക്ച്വലി പ്രപ്പോസൽസ് വന്നോ? വന്നിട്ടുണ്ട്, ഇഷ്ടംപോലെ കൊറേ വന്നിട്ടുണ്ട്. പക്ഷെ അപ്പൊ അച്ഛനും അമ്മയും പറഞ്ഞു അവർക്ക് അങ്ങനെ നിർബന്ധ ചിന്ന പ്രായത്തിൽ ഇഷ്ടപ്പെടുന്ന. ഇപ്പം എനിക്ക് നമ്മളുടെ മനസ്സിലായി. അപ്പം അതേപോലെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഇഷ്ടം, നമ്മൾ അദ്ദേഹത്തോട് ഭയങ്കര ഇഷ്ടം തോന്നുന്ന ഒരു വ്യക്തി വരുമ്പോ അല്ല അങ്ങനത്തെ ഒരാൾ റൈറ്റ് പേഴ്സൺ എന്ന് തോന്നുമ്പോ മതി. മതി, ആരും നിർബന്ധിക്കുന്നില്ലേ. ഇപ്പൊ അച്ഛനും അമ്മ പറഞ്ഞ ഡയലോഗ് അച്ഛനും അമ്മ പറഞ്ഞ സെയിം ഡയലോഗ് ഞങ്ങളും പറയാം. നമുക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ കോൺസെപ്റ്റ് ഒക്കെ മാറിയില്ലേ ഒറ്റടിക്ക്? ഞാനിങ്ങനെ കറക്റ്റ് ഞങ്ങളെല്ലാം മാറ്റു. ഇച്ചിരി സാമ്പാർ വിളമ്പട്ടെ? അല്ല ഇനിയിപ്പൊ നോക്കിക്കൊണ്ടത് ഞാൻ എത്ര നേരം കൊണ്ട്. വെണ്ടയ്ക്ക വേണം കേട്ടോ. വെണ്ടയ്ക്ക വേണം. വെജിറ്റബിൾസ് ഞാൻ കഴിക്കും. കുക്ക് ചെയ്യോടാ? ബിരിയാണി ഉണ്ടാക്കാൻ അറിയാം. വെരി ഗുഡ്. പ്രോൺസ് ബിരിയാണി അറിയാം. പിന്നെ ഈ പാസ്ത അങ്ങനത്തെ കാര്യങ്ങള്. സാമ്പാർ ഒരു പ്രാവശ്യം അമ്മ ഇല്ലാത്ത ദിവസം വെണ്ടയ്ക്ക ഇട്ട് വെച്ചോ? അല്ലല്ല, എന്റെ അടുത്ത് പറഞ്ഞു ഉണ്ടാക്കാൻ പറഞ്ഞു. അമ്മ ഒരു ദിവസം 3 ദിവസം വീട്ടില് അമ്മയുടെ അടുത്ത് പോയി നിന്ന സമയത്ത് ഫുൾ വീട് മാനേജ് ചെയ്യേണ്ട
നമിത നീ നോക്കോണേ എന്ന് പറഞ്ഞിട്ട് പോയി അമ്മ. അമ്മ അങ്ങനെയൊന്നും പറയില്ല. പക്ഷെ നമുക്കൊരു ഇതുണ്ടല്ലോ, പാവം അച്ഛൻ ഇവിടെ ഇരിക്കാണ്, അച്ഛനും വല്ല ഭക്ഷണം അച്ഛന് പട്ടിണി ഇടണ്ടല്ലോ എന്ന് വിചാരിച്ചു രാവിലെ ഞാൻ എങ്ങനെയൊക്കെയോ യൂട്യൂബ് ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. രാവിലെ ദോശ, മുട്ടക്കറി, ഉച്ചയ്ക്ക് സാമ്പാർ, ഇങ്ങനെ ലിസ്റ്റ് ഞങ്ങൾക്ക് തരുന്നുണ്ട്. അച്ഛനെ ഒന്ന് കൈ കിട്ടിയിരുന്നെങ്കിൽ അച്ഛനോടൊന്ന് ചോദിക്കാൻ. സീരിയസ്ലി എങ്ങനെ ഗോഡ് പ്രോമിസ്. കാരണം അമ്മ ഇങ്ങനെ എന്റെ അടുത്ത് പറയും, ഇത് കഴിച്ചിട്ട് അച്ഛൻ അച്ഛൻ പറഞ്ഞു നല്ലതാന്ന് പറയും, കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറയും. ശരി, സ്വന്തം മക്കള് പെൺകുട്ടികൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി തരുമ്പോ അച്ഛന്മാർക്ക് ഒരു സ്നേഹം ഉണ്ടാവുമല്ലോ. അപ്പൊ ആ സ്നേഹത്തിന് അതൊക്കെ ഉണ്ടാവും. പക്ഷെ കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല എന്ന് പറയും. അപ്പൊ ഞാൻ അമ്മ എന്റെ അടുത്ത് പറയും കുറച്ച് കായയിട്. അമ്മ എത്ര കായ ഇടണ്ടേ, ശമല കുറച്ച് പുളി ഒഴിക്ക്. ആ ഫോൺ ചെയ്തിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടാ ചെയ്യാ വോയിസ്. ഞാൻ പറഞ്ഞു പറയല്ലേ, കാരണം ഇത്രയും കണ്ടന്റ് ഉള്ളതുകൊണ്ട് ഞാൻ മറന്നുപോയി പൊടികൾ. നമ്മളത് യൂസ്ഡ് ആയാലല്ലേ നമുക്ക്. ഇപ്പൊ ആക്ച്വലി ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടികളെല്ലാം പഠിച്ചിട്ട് പോകും എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ പറയുന്ന അവരൊന്നും പഠിക്കരുതെന്ന്. എന്റെ ഫ്രണ്ട്സിനൊന്നും ഒന്നും അറിയില്ല. പഠിക്കരുത് എന്നാന്ന് വെച്ചാൽ നമ്മള് ശീലിക്കുന്നതായിരിക്കില്ല നമ്മൾ ചെന്ന് കയറുന്ന വീട്ടിൽ വലുത് എന്തായാലും ഡിഫറെന്റ്. അന്നത്തിന് ഞാൻ പറഞ്ഞ ഓർഡറും പഠിച്ചാൽ പോരെ, ഇവിടെയും പഠിച്ചാൽ അവിടെയും പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഞാൻ സത്യം പറഞ്ഞ ശേഷം എനിക്ക് അങ്ങനത്തെ കോൺസെപ്റ്റ് ഒന്നും ഇല്ല കേട്ടോ. ഞാൻ പറഞ്ഞത് കുക്കിംഗ് ചെയ്യണത് ഇപ്പൊ ആണ് പെണ്ണോ വ്യത്യാസമൊന്നുമില്ല. എല്ലാരും കുക്കിംഗ് പഠിച്ചിരിക്കണം. നമുക്ക് ഞാനിപ്പോ കണ്ടില്ല, ഞാൻ കുക്ക് ചെയ്യുന്ന ആളല്ല. പക്ഷെ എനിക്ക് ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാത്തോണ്ടാണ്, പിന്നെ അമ്മ വെക്കുന്നോണ്ടാണ് ഞാനത് പഠിക്കാതെ പോകുന്നത്. അത് എനിക്ക് കുക്കിംഗ് അറിയില്ല എന്ന് പറയുന്ന വലിയ കാര്യമല്ല. എനിക്കറിയില്ലോ ഞാൻ കാര്യം പറയട്ടെ. ഇപ്പൊ നമുക്ക് പറയുന്ന പെൺകുട്ടി തന്നെ കുക്കിംഗ് പഠിക്കണം അങ്ങനെ നിയമമുള്ള വ്യക്തിയൊന്നുമല്ല ഞാൻ. എനിക്ക് 3 ആൺകുട്ടികളാണ്. ഇവരെ 3 പേർക്കും കുക്കിംഗ് അറിയാം. അതെ, പെൺകുട്ടി തന്നെ വന്ന് ചെയ്യണം എന്നുണ്ടോ? നിയമമൊന്നുമില്ലല്ലോ. ഇവര് പറയുന്നുണ്ട് ഒരു കുഴപ്പമില്ല, എല്ലാരും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതിനോട് ഞാൻ യോജിക്കുന്നു. കാരണം എനിക്കൊന്നും ഇപ്പോഴത്തെ ജനറേഷൻ ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ കല്യാണം കഴിഞ്ഞ് പോയ സമയത്ത് അവർക്ക് ആർക്കും കുക്കിംഗ് അറിയില്ല. പക്ഷെ ഇവരെല്ലാരും പുറത്തേക്കാണ് കല്യാണം കഴിഞ്ഞ് പോയേക്കുന്നത്. അപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത്. അത് പുറത്തായാൽ തന്നെ വേണം എന്നല്ലേ. ഇപ്പൊ ഞാൻ പറഞ്ഞ എന്റെ കാര്യം തന്നെ ഒരു വലിയൊരു എക്സാമ്പിളാ. എന്റെ ഏട്ടൻ തന്നെ 50-50 ഹെൽപ്പ് ചെയ്യും. അത് പുറത്ത് താമസിച്ച് തന്നെ വേണം ഇല്ല. നമ്മുടെ നാട്ടിലായാലും ഇത് നടക്കും. എന്റെ ഫ്രണ്ട്സ് കല്യാണം കഴിഞ്ഞ് പോയിട്ടുള്ളവരൊക്കെ പുറത്തൊന്നും സെറ്റിൽ ആയത്. അപ്പൊ അവർ ഇൻഡിവിജ്വലി താമസിക്കുന്ന സമയത്ത് പൊതുവേ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പറയും അല്ലെ. നമ്മളിപ്പോ പൊതുവെ പണ്ടത്തെ കാലത്തുള്ള അമ്മമാരൊക്കെ പറയില്ലേ, അമ്മച്ചിമാരൊക്കെ പറഞ്ഞില്ലേ, നീ എല്ലാം ചെയ്ത് ഭർത്താവിന് കൊടുക്കണം. അതായത് നമ്മൾ കേട്ട് ശീലിക്കുന്ന അതായതുകൊണ്ട് നമ്മൾ അത് യൂസ്ഡ് ആയി. അതെ, ഇപ്പൊ അമ്മമ്മയൊക്കെ പറയാറുണ്ട് ഉണ്ടാക്കാൻ പഠിക്കണം കേട്ടോ, ഉണ്ടാക്കാൻ. അപ്പൊ അമ്മയൊക്കെ ഭയങ്കര ചിൽ വൈബാ. അപ്പൊ ഈ വിഷുക്കണി അതെല്ലാം വെക്കും വീട്ടില്. രാവിലെ ആരുടെ ഡ്യൂട്ടി അത്? അമ്മ. ആരെ കണ്ണു പൊത്തിയിട്ട് കൊണ്ടുവരാ? അമ്മ നാട്ടിലാണ്. അമ്മയും ഞാനും അച്ഛനും സിസ്റ്റർ ഇപ്പൊ UK-ലാണ്. അവിടെ ജോബ്. സമയത്തിന്റെ മൂത്ത ചേച്ചിയാണ് എന്റെ യങ് വൺ. ഓക്കെ. അപ്പൊ അവളവിടെ ജോലി ചെയ്യുക. അപ്പൊ പക്ഷെ അമ്മയുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്രയോ വർഷമായിട്ട് ഒറ്റ പാറ്റേണില് വിഷുക്കണി വെക്കുള്ളൂ. ഒരു ത്രെഡ് കെട്ടും. ഈ വിഷു നല്ല ഭംഗിയാ കാണാൻ. അപ്പൊ ഞാൻ കണ്ണുറക്കുന്നതിന് അമ്മ പറയും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ആയിരിക്കുമല്ലോ വെച്ചേക്കുന്നത്. അമ്മ ചെയ്തില്ലേ അത്രയും. നമ്മൾ അമ്മമാരത് ചെയ്യുമ്പോ വി ഷുഡ് അപ്രീഷിയേറ്റ് ദം ശരിക്കും. പക്ഷെ എന്നാലും നമുക്കറിയാം സെയിം ആണെന്നറിയാം. ബട്ട് സ്റ്റിൽ അമ്മ ചെയ്യുന്ന കാണുമ്പോഴും ഒക്കെ ഒരു സന്തോഷം. പക്ഷെ ഇത് നമ്മൾ പഠിക്കും അല്ലേ, അത് ബൈഹാർട്ടാണ് എങ്ങനെയാ ചെയ്യേണ്ടത്. അതൊരു നല്ലൊരു കാര്യമല്ലേ, നമ്മൾ അറിയാതെ പഠിക്കുന്ന ചില ട്രഡീഷൻസ് ആണ് അതൊക്കെ. അപ്പൊ നമുക്ക് അത് ഫോളോ ചെയ്തില്ലെങ്കിൽ നമ്മളത് കണ്ടു. പറയട്ടെ, നമ്മത്തേക്ക് നാളെ ഒരു ഫാമിലി ആയി പിള്ളേരാകുമ്പോഴത്തേക്ക് യു ഡു ദ സെയിം തിങ്. എനിക്ക് ചിലത് അങ്ങനെ കീപ്പ് ചെയ്യണ ഇഷ്ടമാണ്. ചില ട്രഡീഷൻസ് ഇല്ലേ ഇതുപോലെ അത് വേണോടാ, നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻസിലേക്ക് പാസ് ചെയ്ത് പോകേണ്ട ഒരു കാര്യം. ഇപ്പം ഞാൻ പറയട്ടെ, ഓണത്തിന് ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ് വെൻ യു ഗോ ഔട്ട്. യു ക്യാൻ ഗോ ഔട്ട് ആൻഡ് ഹാവ് സദ്യ ഫോർ ഓണം ആവശ്യമുള്ളവർക്ക്. പക്ഷെ എനിക്കിപ്പോഴും ആ റൂട്ട്സില് നമ്മൾ വീട്ടിലെല്ലാരും കൂടെ വെച്ച് കഴിക്കുമ്പോ ഒരു സന്തോഷം. അപ്പൊ ഞാൻ അമ്മയോട് പറയണം, ഇപ്പൊ ഞാനൊരു ഫാമിലി ആയാലും അമ്മ വന്ന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. കാരണം അതിനൊരു എനിക്ക് ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം വാങ്ങിച്ച് കഴിക്കുന്നത് കറക്റ്റ് ആണ്. ഈ പറഞ്ഞ നമുക്ക് പൈസ കൊടുത്താൽ വെളിയിൽ പോയി കഴിക്കാവുന്നതേ ഉള്ളൂ, പ്രശ്നമില്ല. പക്ഷെ വീട്ടിലുണ്ടാക്കുന്ന എല്ലാരും കൂടെ ചേർന്നിരുന്ന് കഴിക്കുമ്പോ ഉണ്ടാവുന്ന ഒരു സന്തോഷം ഈ പൈസ കൊടുത്താൽ കിട്ടില്ല. മേ ബി ഒരു കറിയെ മതി, അതായാലും മതി. ആ കഴിക്കുന്ന സന്തോഷം വ്യത്യാസം. ആ ശരിക്കും ആ ഒരു സാധനം നമ്മൾ എല്ലാരും നമ്മുടെ വീടുകളിൽ കൊണ്ടുവരണം അല്ലെ, അതൊന്നും വിട്ടു പോവാൻ. അതിപ്പോ ഞാൻ ഏത് റിലീജിയൻ ആണ് അതൊന്നും പ്രശ്നമില്ല, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മൾ കണ്ടുവച്ചിട്ടുള്ള ഇതൊക്കെ കുറച്ച് നൊസ്റ്റാൾജിക് സംഭവങ്ങളാണ്. ഇറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ റിലീജിയസ് ഫോർ മീ. എന്റെ നൊസ്റ്റാൾജിയാണ്. അപ്പൊ അത് കീപ്പ് ചെയ്ത് പോകണമെങ്കിൽ
അത് നമുക്കാന്ന് പെർട്ടിക്കുലർ ആൾക്ക് മാത്രല്ലടാ, നമ്മുടെ എല്ലാവർക്കും ഉണ്ട്. ഈച്ച് ആൻഡ് എവറി പേഴ്സൺ അല്ലേ? നമ്മുടെ ചൈൽഡ്ഹുഡും നമ്മുടെ കുറെ കാര്യങ്ങളും നമുക്കത് ഇഷ്ടമാണ്. ആ ഒരു കാര്യങ്ങൾ എപ്പോഴും വേണം. ഇപ്പൊ വിഷു കൈ നീട്ടം, അത് നമ്മുടെ ഒരു വിഷു എന്ന് പറയുമ്പോൾ വിഷു കൈ നീട്ടം നമ്മളെല്ലാം എക്സ്പെക്ട് ചെയ്ത് നമ്മൾ ആ ഒരു ഡേക്ക് വേണ്ടി നിൽക്കും, വെയിറ്റ് ചെയ്ത്. യെസ്. അല്ലെങ്കിൽ പോട്ടെ നമ്മൾ മറന്നുപോയി, അല്ലെങ്കിൽ വിഷു വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു എക്സ്പെക്ടേഷൻ, ഓണാകുമ്പോ ഓണക്കോടി കിട്ടാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യും. അപ്പൊ ചെറിയൊരു സാധനമാണെങ്കിലും സത്യം അത് ഭയങ്കര. ഏറ്റവും ഫ്രഷ്യസ് ആയിട്ടുള്ള ഒരു വിഷു ഏതായിരുന്നു? എനിക്ക് കുഞ്ഞിലെ ഞാൻ ഭയങ്കര ചെറുപ്പത്തിൽ ഇൻഡിപെൻഡന്റ് ആയതാണ് എക്കണോമിക്കലി. അപ്പം എനിക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള സമയത്ത് ഞാൻ ഈ പോക്കറ്റ് മണി, എന്റെ സിസ്റ്ററും അങ്ങനെയാണോ, ഞങ്ങള് വിഷുവിന്റെ സമയത്ത് ഒരു 5000 രൂപയൊക്കെ അടുപ്പിച്ച് നമുക്ക് പോക്കറ്റ് മണി കിട്ടും പല സ്ഥലത്തുനിന്ന്. ഇത് കളക്ട് ചെയ്ത് ഷാപ്പ് കുറെ കാശുണ്ട്, ഞാനത് യൂസ് ചെയ്യും. യൂസ് ചെയ്യും, അവിടെ യൂസ് ചെയ്യില്ല, ഇങ്ങനെ കളക്ട് ചെയ്ത്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ അപ്പൊ അത് ചെറിയ കുഞ്ഞു കുഞ്ഞ്, ഇപ്പൊ കാസ്, ഈ ഡോള്, ശരിക്കും പണ്ട് എനിക്ക് ഈ നമ്മുടെ ശരിക്കും കുഞ്ഞിനെ പോലെ ഇരിക്കുന്ന ഡോൾസ് കിട്ടും, റിയൽ ഫീൽ ചെയ്യുന്ന. അതെനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അത് മേടിക്കണമെന്ന്. അങ്ങനെ ഞാനിത് കളക്ട് ചെയ്ത് ആ സമയത്ത് നോർമൽ ഡോൾസിനെ കാട്ടി കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു അത്. അപ്പൊ അങ്ങനത്തെ ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിക്കുക. അതേതായിരുന്നു ഏറ്റവും നല്ലതായിട്ട് വാങ്ങിച്ചത്? ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത്. ഈ ചിലർക്ക് നമുക്കൊരു ഭയങ്കര ക്യൂട്ടായിരിക്കും അത് കാണാനും. നമുക്കൊരു സാധനത്തിനോട് പ്രത്യേക എന്താ അറിയോ, പണ്ടായാലും ഇപ്പോഴായാലും എനിക്ക് തോന്നുന്നു നമുക്ക് വിഷു കൈനീട്ടം കിട്ടുന്നത് കാശ് കൂട്ടി വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള അല്ലേ, അത് നമ്മുടെ ഒരു പേഴ്സണൽ ഫ്രീഡം ആണ്. അത് എനിക്ക് മനസ്സിലൊരു സാധനം മേടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാല് എനിക്കത് എങ്ങനെയെങ്കിലും മേടിക്കുന്നവരെ, അത് ബാക്കിയുള്ളവരുടെ ഞാൻ പറയില്ല, ശല്യം ചെയ്തിട്ടല്ല, അല്ലല്ല, സ്വന്തം ഏൺ ചെയ്തിട്ട് അത് മേടിക്കുന്നവരൊരു സമാധാനക്കേടാ. ചെയ്യുമ്പോ ഹാപ്പിയാണ്. അപ്പൊ നമ്മൾ കരുതും വിഷു കൈനീട്ടം കിട്ടുമ്പോ ഇതൊക്കെ നമുക്ക് വാങ്ങിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കരുതുന്ന ദിവസങ്ങളല്ലേ അങ്ങനത്തെ ടോയ്സ് ഒക്കെ. ഇപ്പൊ ആണെങ്കിൽ പിള്ളേര് ഫുഡ് കഴിക്കാൻ പോകും, വെളിയിൽ പോയിട്ട് എന്താ പറയാ ഫ്രണ്ട്സുമായിട്ടുള്ള റെസ്റ്റോറൻറ്റ്സിൽ പോയിട്ട് കഴിക്കും. പക്ഷെ ആ സമയത്ത് ഇതുപോലെ കുറച്ച് സാധനങ്ങൾ മേടിക്കണതാണ്. പണ്ട് ഓർമ്മയുണ്ടോ ചേച്ചിക്ക് ഒരു പപ്പി ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം? ഇത് കോയിൻ ഇടുമ്പോ ഒരു പപ്പി ചാടി, അതൊക്കെ എന്നെ മറ്റേ ഡ്രീം ആയിരുന്നു. അതൊക്കെ അത് ഏട്ടൻ കുട്ടികൾക്ക് 3 പിള്ളേർക്ക് കൊടുക്ക പോലെ. ഈ പപ്പി വന്ന് അത് എടുത്തോണ്ട് ഭയങ്കര രസം അത് കാണാനല്ലേ. കറക്റ്റ്, പിള്ളേർക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് അതാട്ടോ. ഇത് ഇപ്പൊ എന്റെ പിള്ളേർക്കായാലും വിഷു കൈനീട്ടം കൊടുക്കുമ്പോ പിള്ളേർ ഇതേപോലെയാണ്, അവർക്ക് ഇഷ്ടമുള്ളത് സാധനം മേടിക്കുക. അല്ല, എന്റെ ഏറ്റവും ഇളയതിനാണ് ഏറ്റവും കൂടുതൽ കാശ് കിട്ടുക. അപ്പൊ മൂത്തവരുണ്ട്, നിനക്ക് കൂടുതൽ കിട്ടിയല്ലേ, അപ്പൊ നിനക്ക് അത് മേടിക്കാലോ ഇത് മേടിക്കാലോ, ഇപ്പൊ പല കാര്യം കൂടെ അവരെ കൂടെ സാധിപ്പിച്ചത്. പക്ഷെ അതൊക്കെ രസമാണ്. ഈ ഒരു മൊമെന്റ് ആണ് നമ്മുടെ ലൈഫിലേക്ക് എപ്പോഴും നന്നാവുക. അവിടെ റിലേഷൻസിന് വാല്യൂ വരും. ചേട്ടൻ ഒക്കെ അനിയൻ, ആ ഒരു ബോണ്ട് ഭയങ്കരമായിട്ട് വരും. ഇതൊക്കെ ശരിക്കും നമ്മൾ അറിയാതെ വരുന്ന കാര്യങ്ങളാണ് അല്ലേ. ആ ഒരു റിലേഷന് വാല്യൂ ആഴം കൂടും, ഭയങ്കരമായിട്ട് കൂടും. നമ്മൾ അറിയുന്നില്ല, പക്ഷെ നമ്മൾ മനഃപൂർവ്വം വേണമെന്ന് വെച്ച് കൊടുക്കുന്നതല്ല. പക്ഷെ അത് നേച്ചറായിട്ട് വന്നു ചേരുന്ന. നമുക്ക് അവരില്ലെങ്കിൽ മിസ് ചെയ്യുമ്പോ അടുത്ത വിഷുവിന് ഇല്ലെങ്കിൽ ഈ ഫാമിലി നമുക്ക് ഭയങ്കര നമുക്കൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും. ഭയങ്കര ഒരു വാക്യൂമാണ്, ഇല്ലല്ലോ എന്നുള്ള. ഇപ്പൊ എനിക്ക് നമ്മത്തോട് വർത്താനം പറഞ്ഞാൽ എനിക്ക് ഒറ്റ കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ട്രൂലി ഒരു ഭയങ്കര ഒരു ഫാമിലി പേഴ്സൺ ആണ്. ഭയങ്കരമായിട്ട് എനിക്കിപ്പോ സംസാരിച്ചപ്പോ എന്റെ ഒരു ചെറിയ അനിയത്തിയോട് വർത്താനം പറയുന്ന പോലെ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ഒരു സെലിബ്രിറ്റി എന്ത് ചെയ്യുന്നു അതിനെക്കാട്ടിലും നമ്മുടെ വീട്ടിലൊരു പെൺകുട്ടി എന്തൊക്കെ ആഗ്രഹിക്കുന്നു. ഇപ്പൊ എന്റെ വീട്ടിൽ അങ്ങനെ കൺസിഡർ ചെയ്തിട്ടില്ല. ഇപ്പൊ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഇന്ന പോലെ ചെയ്യണം. എനിക്ക് തോന്നുന്നു എന്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ അമ്മയുടെ ചീത്ത കേൾക്കുന്നത് എന്റെ സിസ്റ്ററിനെക്കാട്ടെ എനിക്ക് സെലിബ്രിറ്റി ഇല്ല അമ്മയുടെ മുമ്പില്. ഇഷ്ടം പോലെ ചീത്ത കേൾക്കാറുണ്ട്. കുറുമ്പ് മുഴുവൻ ചെയ്തു വെച്ചിട്ട് ചേച്ചിക്ക് മുഴുവൻ വഴക്കും. കുറുമ്പ് എന്ന് പറഞ്ഞാൽ ഞാനൊരു മെസ്സാണ് ബേസിക്കലി. ഇപ്പൊ അമ്മയ്ക്ക് ഏറ്റവും ദേഷ്യം വരുന്നത് നമ്മള് എല്ലാ അലങ്കോലൊക്കെ ഇട്ട ഡ്രസ്സ് ബെഡിലിടുക, അതെല്ലാം അമ്മക്ക് ദേഷ്യം വരും. നമ്മളെ ടവല് കൊണ്ട് ബെഡിലിടുക, മനസ്സിലായോ? അപ്പൊ അമ്മ അലക്കും, എന്തായി കാണിക്കുന്നേ ഇതൊക്കെ ചെയ്യും. അത് അമ്മ എടുത്തു വെക്കില്ല. നമ്മളിനി എവിടെയാണെങ്കിലും വെളിയിൽ വന്നോളാം, നമ്മളെടുത്ത് വെക്കണം. കറക്റ്റ്. അതെല്ലാം അമ്മമാർക്കുള്ളതാ. ഞാൻ അമ്മയുടെ പ്രത്യേക എന്റെ അന്വേഷണം പറയണേ, ഞാനും ഇതുപോലെ തന്നെയാണ് എന്റെ മക്കളുടെ അടുത്ത്. അവിടെ പിന്നെ ഞാൻ കുറച്ചൊരു ശിക്ഷ പോലെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ തല്ലിയിട്ടില്ല, ഇവന്മാര് ചെയ്യത്തില്ല. ചിലപ്പോ ഞാൻ എന്നാ ചെയ്യും, ഇപ്പൊ മൂത്ത ആളാണെങ്കിൽ ഞാൻ പറയും, ഉണ്ണി അത് എടുത്തു വെക്കൂ, അമ്മ 1 ടൈം പറയും, 3 ടൈം പറഞ്ഞിക്കും. 2 ടൈം 2 കഴിഞ്ഞു, 2.1 ആയി. അമ്മ ഇതുപോലെ പറയണേ. അതായത് നമ്മുടെ വീട്ടിലുണ്ടല്ലോ, ഇപ്പൊ ആരെങ്കിലും ഇതേ സ്റ്റോറി പറയണെങ്കിൽ, അപ്പൊ ഞാൻ മാത്രമല്ലല്ലേ
എന്നാ വൈവ പ്രത്യേകം ഇഷ്ടപ്പെടണം കേട്ടോ. ഞാനും അമ്മ ഏതാണ്ടൊക്കെ ഒരു ഇതില് പോവാൻ പറ്റിയ ആൾക്കാരാ. അമ്മയുടെ പ്രത്യേകം പറയണേ. സാമ്പാർ കഴിച്ചു കഴിഞ്ഞോ? സാമ്പാർ കഴിച്ചു. ഇനി ഒരു കാര്യം ചെയ്യാം, ആ കഴിച്ചിട്ടേ ആ ചോറിച്ചിട്ട് നീക്കി വെച്ചിട്ട് ഇന്ന് നമ്മുടെ പായസം കഴിക്കാം. ഓക്കെ. കുറെ നാളായില്ലേ സദ്യ പായസം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. കുറെ നാളായി സദ്യ കഴിച്ചിട്ട്. അപ്പൊ നമ്മുടെ പക്ഷെ ഇപ്പൊ നാട്ടുകാർ വിചാരിക്കും കേട്ടോ ഞാൻ ഈ രാത്രി പിടിച്ച സദ്യ തന്നത് എന്തിനാന്ന്. സാരമില്ല, വിഷു അല്ലേ, വെക്കട്ടെ മോളെ. പക്ഷെ ഇതിന്റെ കൂടെ നമുക്ക് ആഗ്രഹിക്കുന്ന ഒരു സാധനം ബോളി. മതി മതി. ഒരു സ്പെഷ്യൽ പായസം. ഇതെന്നെ ഒരാൾ പഠിപ്പിച്ചതാ. പഠിപ്പിച്ചല്ല, പറഞ്ഞു തന്നു, ഞാൻ ചെയ്തു. നോക്കട്ടെ. അല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട് ചേച്ചി. ശരിക്കും ഇതാ നമിത സാക്ഷിയാണ്. ഞാൻ ടേസ്റ്റ് ചെയ്തത് ഫ്രണ്ടില് ഞാൻ പറയുക ഉക്കരം പായസം പറയാതിരിക്കാൻ പറ്റില്ല. നല്ല ടേസ്റ്റാ. എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അത്ര ടേസ്റ്റ് ഉണ്ട്. നല്ല ടേസ്റ്റാ. ഞാൻ ഇതാ കഴിച്ചിട്ടേ ഇല്ല. ഇത് കഴിച്ചിട്ട് ഇത് ഒരാളുടെ പരീക്ഷണാണ്. അപ്പൊ പുള്ളിക്കാരത്തി എനിക്ക് പറഞ്ഞു തന്നു. സോ എനിക്കൊരു റെസിപ്പി കിട്ടി കഴിഞ്ഞാൽ നാച്ചുറലി ഐ ഷെയർ വിത്ത് മൈ പ്രേക്ഷകർ. അപ്പൊ പിന്നെ അങ്ങനെ ഞങ്ങൾ ഇത് ഷെയർ ചെയ്ത് ഞങ്ങൾ ഇന്ന് വിഷു ഭയങ്കരമായിട്ട് ആഘോഷിച്ചതാണ്. ഇനി നമിത അധികം മിണ്ടുതല്ലെന്ന് തോന്നുന്നു. നമ്മള് ചില സാധനങ്ങളുണ്ടല്ലോ പെട്ടെന്ന് കഴിക്കാൻ നമ്മൾ കഴിക്കണ ടേസ്റ്റ് ആസ്വദിച്ച് കഴിച്ചാൽ പിന്നെ കുറെ നാള് കഴിഞ്ഞാലും നമ്മുടെ മൈൻഡിൽ ആ ടേസ്റ്റ് കറക്റ്റ് നമ്മുടെ നാവിൽ ആ രുചി ഇങ്ങനെ നിൽക്കും. കുറച്ച് പാർസൽ ചെയ്യാം. പിന്നെന്താ തരാലോ, സന്തോഷമുള്ളൂ. പക്ഷെ നമിതയുടെ ഫേവറേറ്റ് ആണ് ബോളി. അത് ഇപ്രാവശ്യം എനിക്ക് ഒത്തില്ല. അത് ഈ പറഞ്ഞ പോലെ കൊച്ചിയില് ബോളി വെരി റയർ ആണ്. എനിക്കൊരു വീക്ക്നെസ് ആണല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, വീക്ക്നെസ് ആയതുകൊണ്ട് കൊച്ചിയിലാ കിട്ടുന്നെങ്കിൽ പിന്നെ നമുക്ക് ബോളി കൊടുക്കണ്ട. കൊച്ചിയില് ബോളി ഇല്ല. കൊച്ചിയിലാ കല്യാണമെങ്കിൽ എന്നാ ചെയ്യും? ബോളി കൊണ്ടുവന്നാലേ ചേച്ചി ഞാൻ കെട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ ഞാൻ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങി പോവാൻ പോവാ. അത് ആദ്യമായിട്ട് ഒരു പെങ്കൊച്ചു പറയുന്നത്. എന്തായാലും ഐ എം സോ ഹാപ്പി ഇവിടെ വന്ന് നമുക്ക് ഒത്തിരി വർത്താനം പറയാൻ പറ്റി. നിറവോടെ ഐ മീൻ എന്താ പറയാ, എന്നെ ഈ ഒരു റെസിപ്പി പഠിപ്പിച്ച ചേച്ചി ഭയങ്കര നിറവുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ ഇന്നും എപ്പോഴും എന്നും പറയും. അതുപോലെ എന്റെ ഈ ഷോയില് വന്ന് നമിത ഐ എം സോ ഹാപ്പി. എനിക്ക് ഭയങ്കര തൃപ്തിയായി മനസ്സുകൊണ്ടും. ഞാൻ ഒരുപാട് നിറവുണ്ട് എനിക്ക്. ഐ എം സോ ഹാപ്പി. ഐ എം താങ്ക്ഫുൾ ടു യു. മൈ പ്ലഷർ ബീയിങ് ഹിയർ ചേച്ചി. കുറെ നാളായിട്ട് ഞാൻ ഒരുപാട് എപ്പിസോഡ്സ് കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഷോ ആണ്. എനിക്ക് ആ വർത്താനം കേൾക്കാൻ ഭയങ്കര ഇഷ്ടം. അയ്യോ, എന്നോട് എല്ലാവരും പറഞ്ഞു അധികം വർത്താനം പറയണതെന്നാണ്. നല്ലതായിരിക്കും. പക്ഷെ നമിത നല്ലതായിട്ട് വർത്താനം പറഞ്ഞു. ഐ എം സോ ഹാപ്പി. കാര്യം നമ്മുടെ വീട്ടിലൊരു കൊച്ചല്ലേ. അപ്പൊ എത്ര ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യം എന്റെ പ്രേക്ഷകരോട് പറഞ്ഞതും അത് തന്നെയാണ്. നമിത ഒരിക്കലും ഒരു മലയാളി പ്രേക്ഷകർക്ക് മാറി നിൽക്കാൻ പറ്റില്ല. ബിക്കോസ് അവരുടെ വീട്ടിലൊരു അംഗമാണ്. നോട്ട് എ ഗേൾ നെക്സ്റ്റ് ഡോർ. ഞങ്ങളുടെ ഒക്കെ വീട്ടിലെ ഒരു അംഗമാണ്. പക്ഷെ ആ ഒരു സ്നേഹമാണ് നമിതയുടെ അടുത്ത് എല്ലാവർക്കും. ഓക്കെ, അത് തന്നെ എപ്പോഴും ഉണ്ടാവട്ടെ. പുതിയ പ്രോജക്ട്സ് ഒക്കെ ഒത്തിരി വരട്ടെ. താങ്ക് യു ചേച്ചി. ഞങ്ങളുടെ എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് എപ്പോഴും നമുക്ക്. താങ്ക് യു സോ മച്ച്. ഞാൻ ഈ ഫുഡ് ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുമ്പോഴേ ഞാൻ ഇതൊന്നും ശ്രദ്ധിക്കൂല. അതാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ഇവിടെ വരുന്നത് അതാണ് എനിക്കിഷ്ടം. ഇവിടെ വന്നിട്ട് ഭയങ്കര ഫോർമലായി അത് ഇതല്ലല്ലോ. നമ്മളതല്ലല്ലോ. നമ്മുടെ വീട്ടിൽ വരുമ്പോ നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ വർത്താനം പറയാ. എന്റെ പ്രേക്ഷകരുമായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഫ്രീ ആയിട്ട് സംസാരിക്കുക. ഇതാണ് എനിക്കും ഇഷ്ടം. ഐ എം സോ താങ്ക്ഫുൾ. താങ്ക് യു ചേച്ചി. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഈ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞില്ലേ, വിഷു പോലെ തന്നെ നിറവോടുകൂടി നല്ലൊരു എന്താ പറയാ ഒരു എപ്പിസോഡ് ഞാനും ഒത്തിരി ആസ്വദിച്ചു. ഇവിടെ ഇരുന്ന് നമുക്കോട് വർത്താനം പറഞ്ഞ് ഈ പായസം എന്തായാലും നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. ഇതുപോലെ തന്നെ ഈ ഒരു വിഷു എന്താ പറയാ നമ്മുടെ ഒരു വർഷാരംഭം എന്നാ പറയാ. അതേപോലെ തന്നെ ഈ ഒരു വർഷം നമുക്ക് എല്ലാവർക്കും നിറവും സംതൃപ്തിയും ഒത്തിരി ഒത്തിരി ഈശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ. ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോഴേ ഞങ്ങൾ കൈ നിറച്ച് വിഷു കൈനീട്ടം തരും. അതേപോലെ ഗിഫ്റ്റുകളും തന്നേച്ച് വിടാറുള്ളൂ. ഓക്കെ, ഇത് ഞങ്ങളുടെ ഒരു ചെറിയ ഗിഫ്റ്റ്. താങ്ക് യു. ഓക്കെ. ഓ താങ്ക് യു. ആറന്മുള കണ്ണാടി അല്ലേ? അതെ. താങ്ക് യു ചേച്ചി. താങ്ക് യു സോ മച്ച്. ഇതുപോലെ എപ്പോഴും സുന്ദരിയായിട്ടിരിക്കണം. താങ്ക് യു. ഓക്കെ.